നമ്മൾ ഇന്ന് കാണുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞാൻ മുൻപ് അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കാണുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിനു വേണ്ടി എൻ്റെ കാശും കൊടുക്കുകയും ഞാൻ ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ അതിൽ 10ൻ്റെയും 5ൻ്റെയുമാണ് കൂടുതലായിട്ട് കണ്ടത്. 1ഉം 2ഉം വളരെ കുറവായിരുന്നു. എങ്കിലും അത്യാവശ്യത്തിന് ചില്ലറകളാണെങ്കിലും കുറച്ച് പണം ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പം എനിക്ക് പൊതുവായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ പറയുന്ന പോലെ ആരെയെങ്കിലും നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന പോലെ അവർ അങ്ങനെ ചെയ്യുന്നു, ഇവരിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരാളെ വിശ്വസിക്കുക. നാളെ ചിലപ്പോൾ ഇപ്പോൾ വേറൊരു മുഖ്യമന്ത്രിയാവാം, നാളെ ചിലപ്പോൾ വേറൊരു നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ അവർ നമ്മൾ എല്ലാ സമയത്തും അവിശ്വസിക്കുന്നത് നാടിനത്ര ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇവിടെ നമ്മുടെ ഇതെല്ലാം കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. ഇയാൾ നമ്മുടെ സ്ഥിരം എന്നെ വിളിച്ചുണർത്തുന്നൊക്കെ ഈ പറഞ്ഞ പോലത്തെ ആളാണ്. ഫൈറ്റർ മാനാണ്. ഇന്ന് ബ്ലൂ കളറാണ് ആൾ. ഒരു പ്രത്യേക ഒരു ഭരണിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കുറച്ച് 10ൻ്റെ 5ൻ്റെ ഒക്കെ ആയിട്ട് കുറച്ച് പണം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പണം നമ്മളങ്ങനെ ഇതിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ബുദ്ധൻ്റെ പ്രതിമ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് ഒരു അവരുടെ വീട്ടിലത്തെ ഒരാളുടെ കൈകളിലെത്തിയാലും അല്ലെങ്കിൽ മറ്റൊരാൾ മുഖേന നമ്മൾ പറയല്ലോ, വയ്യാത്ത ഒരാളിലേക്ക് ആ കറക്റ്റ് എമൗണ്ട് എത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എപ്പോഴും പറയും ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാന്ന് പറയും. പക്ഷെ അയാൾ എത്രത്തോളം അതിന് അർഹനാണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾ വയ്യാത്ത ഒരാൾ ചിലപ്പോൾ നമ്മളൊക്കെ, എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പാവപ്പെട്ടവരെന്ന് പറയുന്നവരെല്ലാവരും പാവപ്പെട്ടവരായിട്ട് തോന്നിച്ചിട്ടില്ല. അവർ പല രീതിയിലും ചിലപ്പോൾ ഒരു ട്രാപ്പായിരിക്കാം ചിലർ ഈ പറഞ്ഞ പോലെ. പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ നഗ്ന സത്യങ്ങളാണ്. ഞാനിപ്പോൾ ഈ പൈസ ചില്ലറ വെച്ചിട്ട് ആകെ ഒരു ഷോ നടത്താനല്ല, പക്ഷെ ഞാനതിനെ തീരുമാനിച്ചു. അത് ആരെങ്കിലും ഒരാളുടെ കൈകളിൽ നമ്മൾ എത്തിക്കും എന്ന ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്നത്, നമ്മളിപ്പോൾ കുറെ കോടികൾ കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പലരും ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കും കുറച്ച് പണങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കും അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സോളമൻ അഡാട്ട്. ഓക്കെ, താങ്ക് യു.